ബി.ജെ.പിക്ക് പിഴയിട്ട് ബി.ജെ.പി കഴിഞ്ഞ ദിവസം മാപ്രകളെല്ലാം വൻ രീതിയിൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഞാൻ നിങ്ങളിപ്പോ കാണിക്കുന്നത്. അതായത് ബി.ജെ.പിക്ക് ആര് പിഴയിട്ടെന്നായി പറയുന്നത്? ബി.ജെ.പിക്ക് പിഴയിട്ടത് തിരുവനന്തപുരം മേയർ വി രാജേഷ് അല്ല. അത് പിഴയിട്ടത് അവിടുത്തെ റവന്യൂ സെക്രട്ടറി ആയ ഷൈനി മാഡമാണ്. അതായത് മോദിജി 23-ന് തിരുവനന്തപുരം സന്ദർശിക്കാൻ വന്നപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തൊക്കെ അനധികൃതമായ രീതിയിൽ കുറച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് ബി.ജെ.പിയുടെ ഘടകമാണ് അത് ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. കാരണം അവരാണല്ലോ മോദിയുടെ ഫ്ലെക്സ് വെക്കുന്നത്. അനധികൃതമായിട്ടാണ് അത് ചെയ്തതെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ അത് പിഴയിടേണ്ട സംഭവമാണെന്നും നിങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ്. കണ്ടിട്ടുള്ളൂ. എന്നാൽ സ്വന്തം പാർട്ടിക്കാർ ഒരു പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പാർട്ടിയിലുള്ളവർ തന്നെ നിരുത്തരവാദിത്തപരമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ തെറ്റിക്കുമ്പോൾ അവര് നടപടി എടുക്കുന്ന ഒരു കാഴ്ച ഇത് ഒരിടത്തും കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു കാഴ്ച ഇല്ല. ബി.ജെ.പിക്കാരായ ഒരു കൗൺസിലർമാരോ നിങ്ങളുടെ മേയറോ അല്ല പിഴ ഇട്ടിരിക്കുന്നത്. അവിടുത്തെ റവന്യൂ സെക്രട്ടറിയായ ഷൈനി മാഡമാണ്. ചോദിക്കേ, ഇതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? വി രാജേഷ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു മാതൃകയും മറ്റ് പാർട്ടികൾക്ക് വിരിച്ചിരിക്കുന്നത് വലിയൊരു വലയുമാണ്. ഇനി നിങ്ങൾ സ്വന്തം പാർട്ടിക്ക് 20 ലക്ഷം രൂപ പിഴയിട്ടപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ റവന്യൂ സെക്രട്ടറി ഉടനെ തന്നെ എടുത്ത് വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ പേരിൽ സ്ഥലം മാറ്റിയിരിക്കുകയാണ് വി രാജേഷ്. ഇത് കണ്ടിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? വി രാജേഷ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു മാതൃകയും മറ്റ് പാർട്ടികൾക്ക് വിരിച്ചിരിക്കുന്നത് വലിയൊരു വലയുമാണ്. എന്താ പറഞ്ഞത്? വി രാജേഷ് ചെയ്തിരിക്കുന്നത് ഒരു മാതൃകയും മറ്റു പാർട്ടിമാർക്ക് വിരിച്ചിരിക്കുന്ന വലിയൊരു വലയോ? ഇതാണോ ഒരു വലിയ വല? ഇതിങ്ങനെയും ചെയ്യാമെന്ന്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അടിപൊളിയല്ലേ? അല്ലെങ്കിലും ബി.ജെ.പിക്കാരുടെ ഒരു പൊതു സ്വഭാവമാണിത്. എന്തെങ്കിലും വ്യക്തമായി അന്വേഷിക്കുകയോ ഒരു ഫാക്ട് ചെക്ക് നടത്തുകയോ ചെയ്യാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയും. എന്താ ഇപ്പൊ അടിപൊളിയായിട്ടില്ലേ നിങ്ങളുടെ വി രാജേഷിന്റെ സ്ഥലം മാറ്റൽ പ്രക്രിയ?